بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الله عز وجل: أعوذ بالله من الشيطان الرجيم ولهن مثل الذي عليهن بالمعروف. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർക്കും, അതായത് സ്ത്രീകൾക്കും, അവരുടെ മേൽ നിങ്ങൾക്കുള്ള ബാധ്യതകളെപ്പോലെ അവർക്കും ചില അവകാശങ്ങളുണ്ട്. ഭർത്താക്കന്മാർക്ക് അവകാശങ്ങളുള്ളതുപോലെ സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരായ സ്വഹാബത്ത് അവർ ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നു. ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല ഒരുങ്ങി സുന്ദരനായിട്ടാണ് പോകുന്നത്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുങ്ങി സുന്ദരിയാവുന്നത് പോലെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനും സൗന്ദര്യം ഉണ്ടാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അവൾക്കുണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ പല സ്വഹാബത്തും ആ ഒരു രീതിയിൽ സംസാരിച്ചത് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്ന ഒരാൾ. അൽഹംദുലില്ലാഹ് ദീനിയായ ഒരു കാര്യമാണ്, പക്ഷെ അതിനൊരു നല്ല വാക്കിൽ അതിനെ ക്രോഡീകരിച്ചു. നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, നീ നാട്ടുകാരുടെ മുന്നിൽ എന്ത് വേണമെങ്കിലും ആയിക്കോ, നല്ല സ്വഭാവമായിക്കോ, കാര്യം. നിൻ്റെ സ്വഭാവം ആർക്കറിയാം? നിൻ്റെ ഭാര്യയ്ക്ക്, നിൻ്റെ ഉമ്മാക്ക്, നിൻ്റെ പെങ്ങൾക്ക് അറിയാം. നിൻ്റെ വീട്ടിലുള്ളതാണ് നിൻ്റെ സ്വഭാവം എന്ന് സാരം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ ആശയമാണത്. ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഇത് നമ്മൾ ഈ സ്ഥലത്ത് വെച്ച് എത്രയാണ് നമ്മളിത് പറഞ്ഞത് നമുക്കറിയില്ല, എന്നാലും ഇതിൻ്റെ ആവശ്യം അത്രയും കൂടുതലായതുകൊണ്ടാണ് ഇത് പറയുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിൽ ഈ വിഷയം കുറേ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. കാരണം എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ആണിക്കല്ലാണ്. ദുനിയാവ് നിലനിൽക്കുന്നത് എന്തിൻ്റെ പേരില? എന്തുമലാണ്? കുടുംബത്തിലാണ്. ആദം നബി ഹവ്വ അലൈഹിസ്സലാം എങ്ങനെ പിന്നീട് മക്കളുണ്ടായത്? കുടുംബത്തിൽ നിന്നാണ്. അവർ വേറെ നിന്നിരുന്നില്ല. കുടുംബമായിരുന്നില്ലെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല? മക്കളുണ്ടാവില്ല. അവിടെ മുതൽ ഇവിടെ വരെ ഹലാലായ മക്കളുണ്ടായതൊക്കെ എങ്ങനെയാണ്? കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബം നല്ല രീതിയിൽ നിൽക്കുക എന്നത് ഇസ്ലാം കാത്തു സൂക്ഷിച്ച ഒരു പ്രധാന കാര്യമാണ്. കുടുംബത്തിൽ ശൈഥില്യങ്ങൾ ഉണ്ടാവുക, പ്രശ്നങ്ങളുണ്ടാവുക, അതിനെ ചികിത്സിച്ച മതമാണ് ഇസ്ലാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ ആയത്തിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. മഅറൂഫോടെ, നന്മയോടെ, അല്ലെങ്കിൽ ന്യായപ്രകാരം പുരുഷന്മാർക്ക് സ്ത്രീയിൽ നിന്ന് എന്തൊക്കെ കിട്ടണം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അങ്ങോട്ടും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങോട്ടും ഉണ്ട് ബാധ്യതകൾ. ഈ കാര്യം പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഭാര്യമാർ അവർ പുരുഷന്മാരെ പോലെയല്ല, സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ വളഞ്ഞ ഇതിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവരുടെ സൃഷ്ടിപ്പ് അതാണ്, അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവർക്ക് കുറവുകളുണ്ടാവും, പോരായ്മകളുണ്ടാവും. പോരായ്മകളില്ലാത്ത ഭാര്യനെ കെട്ടണം എന്ന് വിചാരിച്ചാൽ അവരുടെ എന്തായിട്ട് നടക്കേണ്ടി വരും? കല്യാണം കഴിക്കാതെ സ്വർഗത്തിൽ പോയിട്ട് കെട്ടാമെന്ന് വിചാരിക്കേണ്ടി വരും. അത് നടക്കൂല. പോരായ്മകൾ ഏതായാലും ഉണ്ടാവും ഭാര്യമാർക്ക്. അതിനെ നേരാക്കാൻ നോക്കിയാൽ അത് നടക്കൂല, അത് പൊട്ടിപ്പോകും. അതായത് തൊലാഖാണ്. നേരെ ആയിട്ടായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കെസ്റുഹാ തൊലാഖുഹാ, അതിനെ പൊട്ടിക്കലാണ്. പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തൊലാഖാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് വിടാനും പറ്റും, അതും പറ്റൂല. അങ്ങനെ വിട്ടാൽ അത് കൂടുതൽ വളഞ്ഞു പോകും. ഉപദേശിച്ച് പറഞ്ഞു കൊടുത്ത് ചെറിയ കുട്ടികളെ നമ്മൾ പരിപാലിക്കുന്ന പോലെ അവരോട് പെരുമാറുക. ഇതൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഈ കുടുംബം എന്ന ഈ കാര്യത്തെ നമ്മൾ സൂക്ഷിക്കാനാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയാണ്, എന്താ കഅന്നഹാ മൗഇദതു മുവദ്ദിഅ, യാത്ര പോകുന്ന ഒരാൾ പറയുന്ന പോലെ ഉണ്ടല്ലോ സംസാരം. ഫൗസിന, റസൂലെ ഞങ്ങൾക്ക് വസിയത്ത് നൽകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും മരണപ്പെട്ടു. വസിയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ നല്ലത് പെരുമാറണം, നല്ല നിലക്കാകണം. കാരണം എന്താ? അവർ ദുൽമ ചെയ്യപ്പെടാൻ, അവരുടെ ഹൃദയങ്ങൾ തകരപ്പെടാൻ, ഉപദ്രവിക്കപ്പെടാൻ കൂടുതൽ ചാൻസ് ഉള്ളവരാണ് സ്ത്രീകൾ. അപ്പോൾ ആ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവരാ ഇല്ലാത്ത സ്ഥാനം കൊടുത്ത് തലയിൽ വെക്കാനല്ല, ഇല്ലാത്ത സ്ഥാനം കൊടുക്കാനല്ല. ചില ആളുകൾ പറയും 50-50. അതുപോലെ തന്നെ എന്തൊരു കാര്യം വീട്ടിൽ തീരുമാനിക്കണമെങ്കിലും ഭാര്യനോട് ആലോചിച്ചിട്ടേ തീരുമാനിക്കൂ, അവൾ പറഞ്ഞ് സമ്മതിച്ചാലേ നടത്തൂ. അങ്ങനെയില്ല, അതുമല്ല. എന്നാൽ അവളോട് കാണിക്കണം, റഹ്മത്ത് കാണിക്കണം. ഇതിൻ്റെ അർത്ഥം ഭാര്യനോട് മുശാവറ ചെയ്യാനേ പാടില്ല എന്നല്ല, മറിച്ച് അങ്ങനെ നടക്കൂ എന്ന് അങ്ങനെയില്ല. എന്നാൽ അവളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയുമാണ്. പല ആളുകൾക്കും ഭാര്യ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു പിടുത്തമില്ല. ഉദാഹരണത്തിന് വീട്ടിലെ ജോലികൾ ഒരു ദിവസം നമ്മൾ ഏറ്റെടുക്കാൻ ഒരാൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ ഇന്നത്തെ എൻ്റെ ഭാര്യ ചെയ്യുന്ന പണികൾ ഞാൻ ഇന്ന് ഏറ്റെടുക്കുമെന്ന് പറയാൻ ഒരാൾക്കും ഒരു ധൈര്യമില്ല, ചെയ്യേയില്ല. ഏറ്റെടുത്തതിൻ്റെ അർത്ഥം എന്താ? പണി അവിടെ കിടക്കും, നമ്മളിവിടെ കിടക്കും. പ്രത്യേകിച്ച് ഒരനക്കം ഉണ്ടാവില്ല. അവസാനം ഭാര്യ എന്നെ വന്നിട്ട് പറയുന്നത് നിങ്ങളെ ഏൽപ്പിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം, അവൾ എന്നെ എന്നിട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കുക. ഇതാണ് നടക്കുകയുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് അത് പറ്റൂല. അവരത്രയും പണി ചെയ്യുന്നുണ്ട്. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമുക്കെന്താ പണി? നമ്മൾ ചിലപ്പോൾ ഒന്ന് സുബൈക്ക് പള്ളിക്ക് വരും, പിന്നെ തിരിച്ചു പോകും, ചായ കുടിക്കുമ്പോഴത്തേനും അവിടെ ചായ ഉണ്ടാക്കണം. അവൾ സുബൈസ്കരിക്കുന്നുണ്ട്, ചായ ഉണ്ടാക്കും, നമ്മൾ ചായ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യണം. ചായ കുടിച്ചാൽ റെസ്റ്റ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കണം. കുളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ളുഹറായി, ളുഹറിന് പള്ളിക്ക് വന്നു, പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ അസറായി, അസറിന് പള്ളിക്ക് വരണം. പണിക്ക് പോകണവരാണെങ്കിൽ പണിക്ക് പോകും. അവിടെ ഇതുപോലെ തന്നെ വലിയ പണികളൊന്നുമില്ല, ചിലപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്യാനുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. മഗ്‌രിബായി കഴിഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കണം. അത് ഇശാന് ശേഷം തന്നെ, ഇശാന് മുമ്പ് തന്നെ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അപ്പം കഴിക്കണം. ഇശാ കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങുകയും വേണം, അപ്പം തന്നെ ഉറങ്ങുകയും. ഇതിൻ്റെ ഇടയിൽ ഈ ഭക്ഷണം തയ്യാറാക്കൽ, നമ്മൾക്ക് മക്കളുണ്ട്, മക്കളുടെ കാര്യങ്ങൾ ചെയ്യൽ, ഇതൊക്കെ അവരാണ് ചെയ്യുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല എന്ന ബോധം നമുക്കുണ്ടാകണം. ഇതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും എന്ത് വേണം? ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യമെങ്കിലും വേണം. ഇവരിതൊക്കെ എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് എപ്പോഴാണ് സ്വന്തം മക്കളാവുക? ഉമ്മ എന്തെങ്കിലും മക്കളെ ചീത്ത പറഞ്ഞാൽ അപ്പോൾ ഉമ്മാനോട് ചോദിക്കും, എൻ്റെ മക്കളെ എന്തിനാണ് ചീത്ത പറഞ്ഞത്? അപ്പോഴാണ് മക്കളാവുക. അതുവരെ മക്കളല്ല. മക്കൾക്ക് എന്തെങ്കിലും കഴുകി കൊടുക്കാനുണ്ട്, നിൻ്റെ മോനല്ലേ, കഴുകി കൊടുക്ക്. മക്കളെ ഡ്രസ്സ് അലക്കാനുണ്ട്, നിൻ്റെ മോനല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരുങ്ങാനുണ്ടെങ്കിൽ മൂപ്പര് കാറിലോ അല്ലെങ്കിൽ പിന്നെ എവിടെയാണോ സിറ്റ് ഔട്ടിലുണ്ടാവും. എത്ര നേരമായി ഒരുങ്ങി നിൽക്കുന്നു? ഞാൻ ഫുള്ള് റെഡിയാണ്. അവൾ ഇപ്പോഴും റെഡി ആയിട്ടില്ല. അവളെന്താ പരിപാടി? അവൾ മേക്കപ്പ് ഇട്ടിരിക്കണോ? അല്ല, മേക്കപ്പ് ഇട്ടിരിക്കണമല്ല, മക്കളെ റെഡിയാക്കണം, മക്കൾക്ക് അതാക്കണം, ഇതാക്കണം. അപ്പോഴത്തേനും മറ്റേ മോള് അതങ്ങ് പിന്നെ മറ്റേ തട്ടി മറിച്ച് അപ്പോൾ അത് ക്ലീനാക്കണം. മൂപ്പര് കറക്റ്റ് കൃത്യനിഷ്ഠയിൽ എവിടെ നിൽക്കുന്നുണ്ട്? സിറ്റ് ഔട്ടിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ടോ ആരെ മക്കളാ? അവളെ മക്കള്. അവൾ തിരിയാക്കണം, ഞാൻ അതിനായിട്ടൊരു ബന്ധവുമില്ല. ഇങ്ങനല്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നു. ഏത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുജോലികൾ ചെയ്യുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. നമ്മളെന്താ 23 വർഷം കൊണ്ട് ചെയ്തത്? നമ്മളൊക്കെ 23 വർഷം കഴിഞ്ഞ് മരിച്ചു പോയാൽ ആര് എന്ന് ചോദിക്കും. എന്ത് ചെയ്തു അയാൾ? ഒന്നും ചെയ്തിട്ടില്ല. എന്നാലോ വീട്ടിലും ചെയ്തിട്ടില്ല, നാട്ടിലും ചെയ്തിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്കുകളുടെ ഇടയിൽ ആരെ സഹായിക്കും? ഭാര്യമാരെ സഹായിക്കും. നമുക്ക് വയ്യ, എന്തൊക്കെയോ. ഭാര്യമാർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. സ്ത്രീകൾ ചെയ്യുന്ന പണികൾക്ക് വലിയ ഭാരം ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, കുറച്ച് സമയം നിന്ന് സബറോടുകൂടി കാണിച്ചു കൂട്ടണം. നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ സബറോടുകൂടി ഒന്ന് സഹായിക്കാൻ നമുക്ക് പറ്റൂല.
അപ്പോൾ ആ രൂപത്തിലാകരുത്. മറിച്ച് നമ്മളതിനെ തിരിച്ചറിയണം. അവരെടുക്കുന്ന എഫേർട്ടുകളെ തിരിച്ചറിയുകയും അവർക്ക് സഹായമാകേണ്ട സമയത്ത് സഹായമാവുകയും വേണം. അതുപോലെ തന്നെ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. പല സ്ത്രീകൾക്കും മെൻസസിൻ്റെ സമയം ഉണ്ടാവും. ആ സമയത്ത് ആ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്ന പോലെ ആവില്ല. അവർ ബാക്കിയുള്ള 21 ദിവസമോ ഇല്ലെങ്കിൽ 22 ദിവസമോ ഉണ്ടായ പോലെ ആവില്ല ഈ ബാക്കി 8-7 ദിവസങ്ങൾ. അവരുടെ പ്രകൃതം മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ദേഷ്യക്കാരായിരിക്കും, ചിലപ്പോൾ അവർക്ക് വേദന കൊണ്ടിരിക്കുകയായിരിക്കും, കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾ അവർ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോലെ ആവില്ല. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് പറ്റൂല, ഇത് പറ്റൂല, മറ്റേ മണം പറ്റൂല, ചിലപ്പോൾ ഒരു മണം ഉണ്ടാവില്ല, വീട്ടിൽ ചിലപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. എന്നാലോ ഇവർ വീട്ടിൽ കയറി ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, മണടിക്കുന്നു, അങ്ങനെ ആക്കുന്നു, പിന്നെ വീട്ടിൽ നിന്ന് റൂമിൽ കയറാൻ പറ്റുന്നില്ല, അവിടെ കുറേ പ്രശ്നങ്ങൾ, അവരുടെ ശരീരത്തിൽ കുറേ പ്രയാസങ്ങൾ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ചായയോ ചോറോ ഒക്കെ അവരുണ്ടാക്കി തരുന്നത്. അതിനാണെങ്കിലോ നയാ പൈസ നമ്മൾ കൊടുക്കാറുമില്ല. അത് നമുക്ക് അവർ സ്ഥിരമായി ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്നു. നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സംഭവം ശരിയാണ്. മാനവിയായി കുറേ കാര്യങ്ങളുണ്ട്, കുറേ വിഷയങ്ങൾ അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ സംരക്ഷണം അവർക്ക് വലുതാണ്, ഒക്കെ ശരിയാണ്. എന്നാലും നമ്മളെന്ത് ചെയ്യണം, നമ്മളതിനെ പരിഗണിക്കണം. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ളതുപോലെ അങ്ങോട്ടും അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇസ്തൗസു ബിൻ നിസാഇ ഖൈറൻ, സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം. ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല ഉത്തമമായി പെരുമാറുന്നവനാണ്. ഒക്കെ നമ്മൾ ആലോചിക്കുക. ചില സമയത്ത് മടി പിടിച്ചിരിക്കുകയാണെങ്കിലും ഭാര്യയുടെ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് കാണുക. ചില ആൾക്കാർ കാണാൻ തന്നെ പറ്റില്ല. അങ്ങനെ പ്രയാസം ഇവിടെ ഉണ്ടോ, എന്തെങ്കിലും പണിയുണ്ടോ എന്നാ ചോദിക്കും. എന്ത് തളർന്ന് ക്ഷീണിച്ച് ആകെ പ്രയാസപ്പെട്ടു ഒക്കെ പണിത് കഴിഞ്ഞ് അതേ തീരെ വയ്യ, നിനക്കെന്തിനാ വയ്യാണ്ടാവുന്നേ, എന്തെങ്കിലും പണി ഇവിടെ ഉണ്ടോ എന്നാൽ തിരിച്ചു ചോദിക്കാം. ആ സമയത്ത് ഒന്ന് ജസാക്കില്ല ഖൈറ, എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം എന്തുണ്ടായി, ചിലപ്പോൾ ഈ പണിയുടെ വിഷമം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് അവൾ സബ്ർ ചെയ്യും. എന്തെങ്കിലും ആവട്ടെ, പരിഗണിക്കുന്നെങ്കിലുണ്ടല്ലോ. ഇത് ആ നേരത്തെ നമ്മൾ പറയും എന്താ, ഈ എന്തിനാ എനിക്കെന്ത് വല്ല പണിയുണ്ടോ ഇവിടെ എന്ന് തിരിച്ചു വയ്ക്കാം. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായി ആ ഭാര്യമാരോട് മുഴുവൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറി. അതുപോലെ സ്വഹാബത്ത് ഒരുപാട്, ഭൂരിഭാഗം സ്വഹാബത്തിനും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ആ സ്വഹാബത്തല്ല എല്ലാ ഭാര്യമാരോടും നല്ല നിലക്ക് അവർ പെരുമാറിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പിൻഗാമികളാകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്തായാലും. കാരണം എന്താ, ഇത് മനുഷ്യന്മാരാണ്, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കും, വാർത്തകളുണ്ടാവും, വിഷയങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളത് പരിഗണിക്കുകയും അറിഞ്ഞു പെരുമാറുകയും ചെയ്യുക. അതുകൊണ്ട് ഭാര്യമാരുടെ സ്നേഹം കിട്ടുക മാത്രമല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കൂലിയും തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക.